ഹലോ ഹായ് എവരി വൺ, വെൽക്കം ടു മാജിക് ഒനിയൻ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓശാന കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഓശാനയ്ക്ക് തലേ ദിവസം നമ്മൾ ശനിയാഴ്ച സാധാരണ ഓശാന കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ഓശാനയ്ക്ക് തൊട്ട് മുന്നുള്ള ശനിയാഴ്ചയാണ് നമ്മൾ സാധാരണയായിട്ട് ഓശാന കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഞാൻ എല്ലാ പ്രൊസീജിയറും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓശാന കൊഴുക്കട്ട സാധാരണയായിട്ട് ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ ശർക്കര ഇടിച്ചെടുത്തേക്കുന്ന ശർക്കരയാണ്, നല്ല കറുത്ത കളറിലുള്ള ശർക്കരയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ശർക്കര ചേർക്കാവുന്നതാണ്. കൂടുതൽ നല്ലത് ഈ കറുത്ത കളറിലുള്ള ശർക്കര ചേർക്കുന്നതായിരിക്കും. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുക്കുന്നത് അതിനകത്ത് വല്ല നമുക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കാനുണ്ട്. അതിൽ വല്ല കല്ലോ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ് ഉരുക്കിയെടുക്കുന്നത്. നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ഞാൻ ആ ശർക്കരയിലേക്ക്, ഉരുക്കിയ ശർക്കരയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായിട്ടൊന്ന് ചേർന്ന് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. ഒത്തിരി വെള്ളം അങ്ങ് വറ്റി പോകണ്ട. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊഴുക്കട്ടയുടെ ഉള്ളി വെക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. ഇച്ചിരി ലൂസായിട്ടുള്ള പരുവത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. ഈ അരിപ്പൊടിയിലേക്ക് ആ തിളച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ ഈ പൊടിയിലേക്ക് ഉപ്പ് ചേർത്താൽ മതി. ഞാനിവിടെ ഉപ്പും വെള്ളമാണ് ചേർക്കുന്നത്, അത് പൊടിയിലേക്കാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ആ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ പൊടിക്ക് നല്ല മയം കിട്ടും. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഓയിലും ഉപ്പ് വേണമെങ്കിൽ അതിലേക്ക് ചേർക്കാം, അല്ലെങ്കിൽ പൊടിയിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ചേർക്കാവുന്നതാണ്. ഇനി ആ ചൂടോടുകൂടി തന്നെ ആ വെള്ളം നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ആ വെള്ളം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ തവി വെച്ച് കുഴച്ചതിന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുത്തേക്കുന്നതാണിത്. ചൂടൊത്തിരി ആറിപ്പോണതിന് മുൻപ് തന്നെ കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ബോൾസ് രണ്ട് കൈ വെച്ച് നന്നായിട്ട് ഉണ്ട പോലെ ആക്കിയെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മുടെ കൈ രണ്ടും ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഒരു കറക്റ്റ് ഷേപ്പിൽ ആ ബോളായി കിട്ടാൻ വേണ്ടി 2 കൈയും നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ചിലർ ഈ സമയത്ത് തേങ്ങാപ്പാൽ വെച്ച് കൈ ഒന്ന് മുക്കുന്നത് കാണാം. അതും ബോൾ അതിൻ്റെ സർഫസ് ഒന്ന് സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. തേങ്ങാപ്പാലില്ലെങ്കിൽ വെള്ളം വെച്ചിട്ടായാലും കൈ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. ആ ബോൾ നല്ല സ്മൂത്തായിട്ട് വന്നോളും. ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷനിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഒരു കുഴി പോലെ ആക്കിയെടുക്കാം. അതിലേക്ക് വേണം നമ്മൾ തേങ്ങ ശർക്കരയും കൂടി വിളയിച്ചത് ചേർക്കാനായിട്ട്. കുഴി പോലെ നന്നായിട്ട് ആക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും അതിൽ ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്തിരിക്കുന്ന അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ബോൾ എന്തോരം സൈസ് ഉണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ
തേങ്ങയും ശർക്കരയും ഇതിലേക്ക് ചേർക്കാനായിട്ട് നന്നായിട്ട് റൗണ്ട് ചെയ്യുക. ഈ സമയത്തും കൈയൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോൾസൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊഴുക്കട്ട ഇനി നമുക്ക് അപ്പച്ചെമ്പിലേക്ക് വെച്ച് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 15 മിനിറ്റ് നേരത്തോളം ഇത് നമുക്ക് അപ്പച്ചെമ്പി വെച്ച് ആവിക്ക് വെക്കാം. ഇപ്പോൾ സാധാരണ ദിവസങ്ങളിലും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഓശാന ശനിയാഴ്ച ആകുമ്പോൾ അത് സ്പെഷ്യലായിട്ട് നമ്മൾ ഈവനിങ് സമയത്തൊക്കെ കൊഴുക്കട്ട റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കരയ്ക്ക് പകരം തേങ്ങ മാത്രം വെച്ചിട്ട് നമ്മൾ തേങ്ങാ കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്. ഇത് ശർക്കര കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ സർഫസ് സ്മൂത്ത് അല്ലെങ്കിൽ അതിന് ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കിടെ ശർക്കര പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയുടെ പുറത്തൊക്കെ ശർക്കര പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആ ബോൾ കറക്റ്റ് സ്മൂത്ത് ആക്കി എടുക്കണം. അതിന് ഹോളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കിടെ പുറത്തേക്ക് ശർക്കര വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പച്ചെമ്പിൽ വേവിച്ചെടുത്ത് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓശാന ശനിയാഴ്ച കൊഴുക്കട്ട ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ മാജിക് ഒനിയൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരു നല്ലൊരു അനുഗ്രഹപ്രദമായ ഓശാന ഞായർ ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.